വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 11ാമത്തെ പാഠമാണ്. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ. അത് വളരെ ചോദ്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ. മനപ്പാഠവാക്യം: പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്നു പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിനു സാക്ഷ്യം നിൽക്കേണ്ടതിനോ ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവോട് പറയുന്നത്, സത്യത്തിനു സാക്ഷി നിൽക്കേണ്ടതിനോ ഞാൻ ജനിച്ചു അതിനായി ലോകത്ത് വന്നിരിക്കുന്നു. ഏത് സത്യത്തിനാണ് കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം വഹിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പറഞ്ഞത്, സത്യ തൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കും. അപ്പോൾ മനപ്പാഠവാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. പിതാവായ ദൈവം എന്താണോ, അത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അത് സത്യമാണ് എന്ന് ഈ ലോകത്ത് തെളിയിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു. അതിൽ തൽപരനായവനെല്ലാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്യുന്നു എന്നാണ് മനപ്പാഠവാക്യത്തിൽ പറയുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഗൈഡ് മാസികയിൽ വന്നതായ ഒരു കാര്യം വിവരിക്കുന്നു. ഡെനിസ് എന്നൊരു ബാലൻ അദ്ദേഹം തൻ്റെ വളർത്തു മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിലെ രാജാവ് തൻ്റെ മാതാപിതാക്കളെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഈ ബാലൻ ഒറ്റയ്ക്കായി. പിന്നീട് ഒരിക്കലും ഈ ഡെന്നിസിന് തൻ്റെ മാതാപിതാക്കളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മാതാപിതാക്കളെ എടുത്തു കൊണ്ടുപോയതായ ആ രാജാവിനോട് ഡെന്നിസിന് അതിയായ വെറുപ്പുണ്ടായിരുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ താൻ കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ മാതാപിതാക്കളെ എടുത്തുകൊണ്ട് പോയി. ഡെന്നിസ് കാര്യമൊന്നും അറിയുന്നില്ല. പക്ഷേ ഡെന്നിസ് തൻ്റെ ജീവിതകാലത്തെ ഏറിയ പങ്കും ആ രാജാവിനെ വെറുത്തു. കാരണമില്ലാതെ എന്നിൽ നിന്നും എൻ്റെ മാതാപിതാക്കളെ മാറ്റിയ വ്യക്തി എന്ന നിലയ്ക്ക് രാജാവിനെ വെറുത്തു. പക്ഷേ പിന്നീട് ഡെന്നിസ് മനസ്സിലാക്കി, മാരകമായ അസുഖത്തിൽ നിന്നും ഡെന്നിസിനെയും ആ സമൂഹത്തെയും രക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ആ അസുഖം ബാധിച്ചതായ തൻ്റെ മാതാപിതാക്കളെ രാജാവ് അവിടെ നിന്നും മാറ്റുകയായിരുന്നു എന്ന സത്യം ഡെന്നിസ് മനസ്സിലാക്കി. ഒരുപക്ഷെ രാജാവ് അന്ന് ഡെന്നിസിൻ്റെ മാതാപിതാക്കളെ അവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഡെന്നിസ് അടക്കമുള്ള അനേകർ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് രാജാവ് മാറ്റി എന്ന് ഡെന്നിസിന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സത്യം ഡെന്നിസ് മനസ്സിലാക്കിയപ്പോൾ രാജാവിനെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്നതായ തെറ്റായ ധാരണ ഡെന്നിസിന് മാറി. രാജാവ് എപ്പോഴും തൻ്റെ പ്രജകളെ സ്നേഹിക്കുന്നവനാണ് എന്ന് ഡെന്നിസിനെ മനസ്സിലാക്കുകയും താൻ ഇതുവരെ വെറുത്തിരുന്നത് അകാരണമായിട്ടാണ്, കാരണമില്ലാതെയാണ്, അതിൽ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് എന്ന് ഡെന്നിസിന് ബോധ്യം വന്നു. ഇതുപോലെ കർത്താവായ ദൈവവും നമ്മെ സ്നേഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ് എന്ന്. എന്നാൽ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൈവമേ, ഞാൻ ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ അങ്ങ് എവിടെയാണ്? എന്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായി അങ്ങ് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ആയിരിക്കുമ്പോൾ, അങ്ങ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും ദൈവത്തോട് തന്നെ ചോദിക്കാറുണ്ട്. പലതിനും ഉത്തരമെന്ന് പറയുന്നത്, ചിലതിനൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നുവെങ്കിലും പലതിനും നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. നമ്മൾ ഈ ആഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്, നാം എല്ലാവരും ഒരു പ്രാപഞ്ചിക പോരാട്ടത്തിലെ ഭാഗവാക്കുകളാണ്. എന്തുകൊണ്ട് ദൈവം സൃഷ്ടാവായിരിക്കുമ്പോൾ, സർവശക്തനായ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം നമുക്കായി ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ കഷ്ടതകളും പ്രയാസങ്ങളും എന്ന നമ്മുടെ ചില ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആ പാഠഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ ദൈവമക്കളെയും എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ പാഠഭാഗത്തേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിജയിയായ ക്രിസ്തു, ഞായറാഴ്ച ഭാഗമാണത്. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന്
ദൈവം തന്നെ സാത്താനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സാത്താൻ ഈ ലോകത്തിൻ്റെ തൽക്കാലത്തേക്കാണെങ്കിലും ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് സാത്താൻ എന്ന് ദൈവം അവിടെ കർത്താവ് യേശു ക്രിസ്തു സാത്താനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവമാണ് വിജയി എന്നുള്ളത് നാം കാണുന്നുണ്ട്. സാത്താൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ വേദോത്സവം പറയുന്നത് സാത്താൻ വഞ്ചകനാണ് എന്ന് പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിലും സാത്താൻ കയറുന്നത് വഞ്ചനയിലൂടെയാണ് എന്ന് പറയുന്നത്. രണ്ടാമത്, ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവനെയും കുറ്റം ചുമത്തുന്നവനും അപവാദിയുമാണ്. നമുക്കറിയാം എങ്ങനെയാണ് പാപം ഉടലെടുത്തത് എന്ന് വെച്ചാൽ ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് സാത്താൻ ദൈവത്തിനെതിരെ ഉന്നയിച്ചതായ അപവാദങ്ങളാണ്. അപ്പോൾ ആ അപവാദങ്ങൾ ദൈവത്തിന് തെളിയിക്കണം, അത് തെറ്റാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദൈവം നീതിമാനല്ല, ദൈവം സ്നേഹമുള്ളവനല്ല, ദൈവം ഏകാധിപതിയാണ്, മറ്റാരെയും സ്നേഹിക്കുന്നവനല്ല, സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവൻ, എങ്ങനെയെങ്കിലുമൊക്കെയുള്ള ആരോപണം സാത്താൻ എവിടെ ഉന്നയിച്ചു? സ്വർഗത്തിന് ഉന്നയിച്ചു. അപ്പം അപവാദം പറഞ്ഞു വരുത്താൻ സാത്താൻ മിടുക്കനാണ്, കള്ളം പറയുവാൻ സാത്താൻ മിടുക്കനാണ്, വഞ്ചിക്കുവാൻ സാത്താൻ മിടുക്കനാണ്. നമ്മൾ കഴിഞ്ഞതിൻ്റെ ഏതൊരു കോട്ടം നമ്മൾ ലെസണിൽ പഠിച്ചു. ഇപ്പോൾ സാത്താൻ്റെ വഞ്ചന എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്കത് വഞ്ചനയായിട്ട് തോന്നില്ല. പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ നന്നായി പ്രസംഗിക്കുകയും നന്നായി പാടുകയും നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരിലൂടെയൊക്കെയാണ് സാത്താൻ കൂടുതലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വീകാര്യ ഉള്ളവരിലൂടെ തന്നെ സാത്താൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. നാം ഒരാളെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായും അവർ പറയുന്നതിന് നമ്മൾ എന്ത് കൊടുക്കും? ഒരു അംഗീകാരം കൊടുക്കും. സാത്താൻ അവരിലൂടെയും പ്രവർത്തിക്കും. വിശുദ്ധ വേദോത്സവം പറഞ്ഞ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പം സാത്താൻ വഞ്ചകനാണ്, അപവാദ പ്രചരണം നടത്തുന്നവനാണ്, പിന്നെ ലോകത്തിലെ നുഴഞ്ഞു കയറുന്ന പ്രഭുവുമാണ്. സാത്താൻ എവിടെയും നുഴഞ്ഞു കയറും അല്ലേ? ആ യോബിൻ്റെ വിഷയത്തിൽ നമുക്ക് കണ്ടതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കൾ നിൽപ്പാൻ ചെന്നപ്പോൾ അതിനിടയ്ക്ക് സാത്താനും ഉണ്ടായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപ് സാത്താനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാത്താൻ നുഴഞ്ഞു കയറും. ദൈവത്തിൻ്റെ ആലയത്തിൽ സാത്താൻ നുഴഞ്ഞു കയറും. നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകളുടെ സമയത്ത് അലോസരമുണ്ടാക്കാൻ സാത്താൻ നുഴഞ്ഞു. അവളിപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി. അപ്പോൾ പ്രാപഞ്ചിക പോരാട്ടം എന്താണ് എന്ന് നമുക്ക് ദൈവം മുന്നമേ കാണിച്ചു തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്കതിനായിട്ട് തയ്യാറായി എടുക്കാം. ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ലോകത്തിങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അവസാനം എന്ത് സംഭവിക്കുമെന്നും ദൈവം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ സാത്താൻ്റെ സ്വഭാവങ്ങൾ വിശുദ്ധ വേദോത്സവം വിവരിക്കുന്നുണ്ട്. വഞ്ചകനാണ്, പിന്നെന്താണ്? കള്ളം പറയുന്നവനാണ്, പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്നവനാണ്, നുഴഞ്ഞു കയറാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് താൽക്കാലത്തേക്കാണെങ്കിൽ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്ത് പറയുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പം സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത്. എന്താണ് സത്യം? സാത്താൻ അസത്യം അവിടെ പ്രചരിപ്പിച്ചു സ്വർഗത്തിൽ. അത് കള്ളമാണ് എന്ന് തെളിയിക്കണം. സത്യം എന്താണ് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. സാത്താൻ പറഞ്ഞതായ കള്ളം, സ്വർഗത്തിൽ പറഞ്ഞതായ കള്ളം, ദൈവത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ പറഞ്ഞതായ അപവാദം, അത് തെറ്റാണ് എന്ന് ഈ പ്രപഞ്ചത്തോട്, ഈ ലോകത്തിലെ ജനത്തോട് ദൈവത്തിന് തെളിയിക്കണം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. രണ്ടാമത്തെ പറയുന്നത്, ഈ ക്രൂശിലൂടെ യേശു ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനമായി മാറി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ ദൈവം നീതിമാനാണ് എന്നും ദൈവം സ്നേഹമുള്ളവനാണ് എന്നും തെളിയിക്കപ്പെട്ടു. സാത്താൻ്റെ അപവാദ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നത് ദൈവം നീതിമാനുമല്ല, ദൈവം സ്നേഹമുള്ളവനുമല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടി ആ അപവാദം എന്ത് ചെയ്തു? അവിടെ തകർക്കപ്പെട്ടു. സർവ്വലോകർക്കും ബോധ്യമായി, സ്വർഗത്തിനും ദൂതന്മാർക്കും ബോധ്യമായി ദൈവം ആരാണ്? നീതിമാനാണെന്നും ദൈവം സ്നേഹിക്കുന്നവനുമാണെന്ന്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സാത്താനെ ദൈവം പറയുന്നത്, സാത്താന്, ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താന് ഈ ലോകത്തിൽ അല്പകാലം മാത്രമേ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഒരു നിമിഷം പോലും പാഴാക്കാതെ
വളരെ വേഗത്തിൽ കഴിയുന്നത്ര ആൾക്കാരെ ദൈവത്തിനെതിരെ തിരിക്കുവാൻ വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു, ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. പൂർവാധികം ശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പ്രവർത്തിക്കുന്നു. അപ്പം അല്പകാലം മാത്രമേ സാത്താൻ ഇനി ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. അത് സാത്താൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നു? ഏത് തന്ത്രവും സാത്താൻ പയറ്റുന്നു. ദൈവത്തിൻ്റെ മക്കളെ തെറ്റിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെ അടർത്തി മാറ്റി ദൈവവിരുദ്ധരാക്കുന്നതിലേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സാത്താൻ പ്രവർത്തിക്കുന്നു വളരെ വേഗത്തിലൂടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്നതായ, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്, നമ്മുടെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ബഹുമാനിക്കുകയും അവർ വിശ്വസ്തരാണെന്ന് നമ്മൾ തന്നെ ധരിക്കുകയും ചെയ്യുന്നവർ പിൽക്കാലത്ത് ദൈവത്തിൻ്റെ സഭ വിട്ടുമാറി, ദൈവത്തിൻ്റെ വഴി വിട്ടുമാറി അവർ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരായി ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം. നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മൾ മുറുകെ പിടിക്കണം. സാത്താൻ വളരെ വളരെ വേഗത്തിലാണ്, വളരെ ശക്തിയോടുകൂടി, വളരെ തന്ത്രപരമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം സാത്താന് അല്പകാലമേ ഉള്ളൂ. ഇതെന്തുകൊണ്ട് നമ്മുടെ ദൈവം പറയുന്നതെന്ന് ചോദിച്ചാൽ നാം എന്ത് ചെയ്യണം? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിൽ നടക്കുന്നതായ കാര്യം നമ്മൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും വേണ്ടിയാണ് ദൈവം തന്നത്. അന്തിമ വിജയി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. സാത്താന് ഈ ലോകത്തിൽ അല്പകാലം മാത്രമേ ഇനി പ്രവർത്തിക്കുവാനുള്ളൂ. അത് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നു? ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല, അടങ്ങിയിരിക്കുന്നില്ല. സാത്താൻ ഇങ്ങനെ ഓടി നടന്നു. നേരത്തെ തന്നെ കാലം ശക്തിയോടുകൂടി, തന്ത്രങ്ങളോടുകൂടി സാത്താൻ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ പിന്നെ നല്ലതാണ് എന്ന്. എന്നാൽ ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലുമൊക്കെ സംശയം ഉളവാക്കുന്നതായ ചില കാര്യങ്ങൾ അതിലുണ്ട്. പതുക്കെ എന്ത് ചെയ്യുന്നു? നാം ആ സംശയത്തിൻ്റെ പുറകെ അങ്ങ് പോകുന്നു. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുവാൻ നിലവിൽ നമുക്ക് കഴിയില്ല. ചില സംശയങ്ങൾ പിന്നെയും ബാക്കിയുണ്ടായിരിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ശേഷം രണ്ടാമത്തെ ന്യായവിധിയിൽ പരിപൂർണമായി എന്ത് ചെയ്യും? എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുമെന്ന് നമ്മൾ പിന്നീടുള്ള ഭാഗത്ത് പഠിക്കുന്നു. അതുകൊണ്ട് സാത്താന് അല്പകാലം മാത്രമേ ഉള്ളൂ. സാത്താൻ്റെ സ്വഭാവം എന്താണെന്നും കർത്താവായ യേശുക്രിസ്തുവാണ് ഓരോ നിമിഷത്തിലും വിജയി എന്നുള്ളതും നമുക്ക് ദൈവം കാണിച്ചു തരുന്നത് കൊണ്ട് ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്നും ആര് ജയിക്കുമെന്നും നമുക്കറിയാം. അതാണ് നമ്മുടെ ധൈര്യവും നമ്മുടെ പ്രത്യാശയും. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതായ കർത്താവായ യേശുക്രിസ്തു അന്തിമ വിജയം നേടുമെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ആ ഒരു പ്രത്യാശയിലായിരിക്കണം നാം ഓരോ ദിവസവും, നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടത് എന്നാണ് ഞായറാഴ്ച പാഠഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. തിങ്കളാഴ്ചത്തെ പാഠം പറയുന്നത് നീതിമാനും നീതീകരിക്കുന്നവനും. ഇവിടെ നാം ആദ്യ ഭാഗത്ത് പറയുന്നത് ഓരോ കാര്യത്തിലും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി പിശാചിൻ്റെ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പം പിശാചിൻ്റെ ഓരോ പ്രവൃത്തികളെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്കുണ്ട്. പിശാചിൻ്റെ ഓരോ അപവാദങ്ങളെയും തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയും പിശാചിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനത്തിൻ്റെ അല്ലെങ്കിൽ വരവിൻ്റെ ഉദ്ദേശം തന്നെ സാത്താൻ പിതാവിനെതിരെ പറഞ്ഞ അപവാദം തെറ്റാണെന്ന് തെളിയിക്കുകയും പിതാവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഈ ലോകത്തൊക്കെ കാണിച്ചു കൊടുക്കുകയുമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തിയിലും അത് തെളിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തിയും സാത്താൻമേൽ വിജയം കൈവരിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു എവിടെയാണ് ആദ്യം വിജയം കൈവരിച്ചതെന്ന് ചോദിച്ചാൽ ക്രൂശിലെ മരണത്തോടുകൂടി ദൈവം നീതിമാനാണ് എന്നും ദൈവം സ്നേഹമുള്ളവനാണ് എന്നും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതായത് ഈ പ്രപഞ്ചം മുഴുവനും അത് സാക്ഷ്യം വഹിച്ചു. സ്വർഗത്തിലെ ദൂതന്മാർ അതിന് സാക്ഷ്യം വഹിച്ചു. പിതാവായ ദൈവം നീതിമാനാണ് എന്നും പിതാവായ ദൈവം സ്നേഹമുള്ളവനാണെന്നും കർത്താവ് കുരിശിൽ മരിച്ചതോടുകൂടി അതിന് തെളിവായി മാറി. മറ്റൊന്ന് സമ്പൂർണമായൊരു വിജയം എന്ന് പറയുന്നത് സാത്താനെയും തൻ്റെ സേനയെയും കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? വിശുദ്ധന്മാരോടൊപ്പം ഇറങ്ങി വന്ന് അത് തോൽപ്പിക്കുക. അതായത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വന്നതിന് ശേഷം തൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഭൂമി ശുദ്ധീകരിക്കുന്നു. പുതിയ യെരൂശലേം ഇവിടെ പണിയുന്ന, അല്ലെങ്കിൽ പുതിയ യെരൂശലേം ഇവിടെ സ്ഥാപിക്കുന്ന ഒരവസരത്തിൽ
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചതോടുകൂടി സാത്താൻ്റെ അവകാശവാദം ഒരു ഒന്നാം ഘട്ടമായി പൊളിഞ്ഞു. ദൈവം നീതിമാനല്ല എന്നും ദൈവം സ്നേഹിക്കുന്നവനല്ല എന്നുമുള്ള സാത്താൻ്റെ അവകാശവാദം പൊളിഞ്ഞു. 2, സാത്താൻ ഒരു കൊലയാളിയാണ് എന്ന് നിർദോഷിയായ ഒരു പാപവും ചെയ്യാത്തതായ കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല അതിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് ഈ ലോകം, പ്രപഞ്ചം മുഴുവനും അതിന് സാക്ഷ്യമായി. സാത്താൻ ഒരു കൊലയാളിയാണ് എന്ന് മുദ്രകുത്തി. ഈ ലോകം മുഴുവനും സാത്താനെ മുദ്രകുത്തി. സാത്താൻ കർത്താവായ യേശുക്രിസ്തുവിനെ കൊന്നയാളാണ്, കൊലയാളിയാണ്. അപ്പോൾ സാത്താൻ പറഞ്ഞതായ അവകാശവാദം ഇവിടെ പൊളിഞ്ഞു. കർത്താവായ പിതാവായ ദൈവം സ്നേഹവാനുമല്ല നീതിമാനുമല്ല എന്ന അവകാശവാദം കുരിശിലെ മരണത്തോടുകൂടി എന്ത് ചെയ്തു? ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. അവിടെ മറ്റൊന്നു കൂടി സംഭവിച്ചു. സാത്താൻ കൊലയാളിയാണ് എന്ന് ഈ പ്രപഞ്ചം മുഴുവനും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വെളിപ്പാടിൽ പറയുന്നത്, ഇനി ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം സാത്താന സ്വർഗത്തിൽ പിന്നെ പ്രവേശനമില്ലാതെയായി. അവൻ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു വന്നു? അത് സമുദ്രത്തിനും ഭൂമിക്കും അയ്യോ കഷ്ടമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ഇനി അല്പകാലം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ദൈവം നീതീകരിക്കുന്ന ദൈവമാണ്, ദൈവം നീതിമാനുമാണ്. ദൈവം നീതീകരിക്കുന്ന ദൈവവും ദൈവം നീതിമാനുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാത്താൻ എന്ത് ചെയ്യുന്നത്? ഈ ദൈവം നീതീകരിക്കുന്നതുമല്ല ദൈവം നീതിമാനുമല്ല എന്ന് സാത്താൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ ദൈവത്തിന് എതിരെയുള്ള അപവാദ പ്രചരണം നടത്തുവാൻ സാത്താൻ ഉപയോഗിച്ച പദങ്ങളാണ്. പക്ഷെ ദൈവം അങ്ങനെയാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു തെളിയിച്ചു. ഒരേ അവസ്ഥ നമുക്കറിയാം. നമുക്ക് നീതിബോധവും സ്നേഹവും ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നതൊരു പ്രയാസമുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും നീതിബോധമുണ്ട്, നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സംഘടന തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറുകയോ ചെയ്യുമ്പോൾ അതിന് ചില നിയമങ്ങൾ ചിലർക്ക് കർക്കശമായ നിയമങ്ങളായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ നിയമങ്ങളും ഉണ്ടായിരിക്കും. എന്തിനാണ് നിയമം കൊണ്ടുവരുന്നത്? ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ശരിയായ രീതിയിൽ നന്നായി പോകുവാൻ വേണ്ടി. അപ്പോൾ ആ നിയമം കൊണ്ടുവരുന്ന വ്യക്തിക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ ആ ആരോപണം തെളിയിക്കപ്പെടണം. ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഉടനെ തന്നെ കൊന്നുകളഞ്ഞാൽ മറ്റുള്ളവരെന്ത് പറയും? ആ ആരോപണത്തിൽ എന്തോ കഴമ്പുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ദൈവത്തിന് സാത്താനെ അപ്പോഴേ അങ്ങ് കൊന്നു കളഞ്ഞുകൂടായിരുന്നു? നശിപ്പിച്ച് കളഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ ദൈവം നശിപ്പിച്ചിരുന്നു എങ്കിൽ ബാക്കിയുള്ള ദൂതന്മാരെന്ത് ചിന്തിക്കും? ലൂസിഫർ പറഞ്ഞതിൽ എന്തോ വസ്തുതയുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞു, കൂടുതൽ പറയാതിരിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ ദൈവം അത് ചെയ്തില്ല. അത് തെളിയിക്കപ്പെടുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഈ അവസരം കൊടുത്തു. അപ്പോൾ രണ്ടാമത് മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മൾ ഒരു നിയമം കൊണ്ടുവരികയും നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ നമ്മുടെ മക്കളായിക്കോട്ടെ, ആ നിയമം ലംഘിച്ചാൽ നാം ഒരു പുനർചിന്തനം നടത്തും. മിക്കവാറും ഏറെക്കുറെ ആൾക്കാരും അയ്യോ അത് ചെയ്ത് എൻ്റെ മകനായിപ്പോയി, ആ ശിക്ഷ എങ്ങനെ ലഘൂകരിക്കാം എന്നായിരിക്കും നാം ചിന്തിക്കുന്നത്. ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ? അപ്പോൾ പാപം ചെയ്താൽ മരിക്കണം, പാപത്തിൻ്റെ ശമ്പളം മരണം, ശിക്ഷ. അങ്ങനെ ഒരു നിയമം ദൈവം കൊണ്ടുവന്നപ്പോൾ ഏദെൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പോൾ ശിക്ഷ കൊടുക്കണം. പക്ഷേ ദൈവത്തിന് അവരെ തള്ളിക്കളയാനും കഴിയില്ല. ദൈവം നീതിമാനാണ്, ദൈവത്തിൻ്റെ നീതിബോധം അവിടെയുണ്ട്. എന്നാൽ ദൈവത്തിന് അവരുടെ സ്നേഹവുമുണ്ട്. അവർക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ സാത്താൻ പറയും ദൈവം നീതിമാനല്ല. ശിക്ഷ കൊടുത്താൽ സാത്താൻ പറയും ദൈവത്തിന് അവരോട് സ്നേഹമില്ല. ദൈവം എന്ത് ചെയ്തു? അവരെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട്, മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് അവരനുഭവിക്കേണ്ട ശിക്ഷ തൻ്റെ ഏകജാതനായ പുത്രൻ അനുഭവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ചെയ്യുന്നതാണോ?
ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ്. നാം അനുഭവിക്കേണ്ട, നമ്മുടെ പ്രവൃത്തി മുഖാന്തരം നാം അനുഭവിക്കേണ്ട ശിക്ഷ തൻ്റെ ഏകജാതനായ പുത്രൻ അനുഭവിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത നിർദോഷിയായ തൻ്റെ ഏകജാതനായ പുത്രൻ അനുഭവിച്ചു. അതാണ് ക്രൂശ് കാണിക്കുന്നത്. അതാണ് സാത്താൻ്റെ ഒന്നാമത്തെ അപവാദം പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞത്. ദൈവം നീതിമാനുമല്ല, സ്നേഹിക്കുന്നവനുമല്ല എന്ന് സാത്താൻ പ്രചരിപ്പിച്ചപ്പോൾ 3 ദൂതന്മാരത് വിശ്വസിച്ചു. പക്ഷേ ദൈവം സ്നേഹിക്കുന്നവനുമാണ്, അതേസമയം നീതിമാനുമാണ് എന്ന് കുരിശ് തെളിയിച്ചപ്പോൾ സ്വർഗമൊന്നടങ്കം, പ്രപഞ്ചമൊന്നടങ്കം മനസ്സിലാക്കി സാത്താൻ അപവാദ പ്രചാരകനാണ് എന്ന്, കള്ളം പറയുന്നവനാണ് എന്ന്, വഞ്ചന പറയുന്നവനാണെന്ന് ലോകം മുഴുവനും അറിഞ്ഞു. ആ കുരിശാണ്, ആ ക്രൂശിലെ മരണമാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാനുള്ള കാരണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ദൈവം അതിയായി ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുന്ന രീതിയിലേക്ക് ആ സ്നേഹം വളർന്നുപോയി. ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഏതേൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവർ നശിപ്പിച്ചിരുന്നെങ്കിൽ? സാത്താൻ പറയും അവരോട് സ്നേഹമില്ല എന്ന് പറയും. ദൈവത്തിന് സ്നേഹമില്ല. ചോദിക്കും, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് സാത്താൻ ചോദിക്കും. പക്ഷെ ഇവിടെ കുരിശിലെ മരണത്തോടുകൂടി ദൈവം സ്നേഹവാനും നീതിമാനുമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. സാത്താൻ അവിടെ തകർക്കപ്പെട്ടു. അതാണ് നമ്മൾ പറയുന്നത്, ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ വിജയം എപ്പോഴും ദൈവത്തിന് തന്നെയാണ്. ഈ പ്രാപഞ്ചിക പോരാട്ടം എന്ന് പറയുന്നത് നീതിയും സ്നേഹവും ഉള്ളവനാണ് നമ്മുടെ പിതാവെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കതൊരു വലിയ പ്രത്യാശയാണ്. നമ്മുടെ ദൈവം നീതിമാനുമാണ്, നീതീകരിക്കുന്നവനുമാണ്, നമ്മെ സ്നേഹിക്കുന്നവനുമാണ് എന്ന ഒരു ചിന്ത, എന്നൊരു അറിവ് നമുക്കെപ്പോഴും ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ് എന്നാണ് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ പ്രിയതമൻ്റെ ഗാനം, യെശയ്യാ പ്രവചനത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രാപഞ്ചിക പോരാട്ടത്തിനു മധ്യേ ദൈവം തൻ്റെ നീതിയും സ്നേഹവും വിസ്മയകരമാംവിധം പ്രകടമാക്കിയിരിക്കുന്നു. നാം കണ്ടു കഴിഞ്ഞതാണ്. ദൈവത്തിൻ്റെ നീതിയും പിന്നെ സ്നേഹവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇതൊക്കെ ഒറ്റയടിക്ക് നിർത്തിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രപഞ്ചത്തോട് തെളിയിക്കണം സാത്താൻ പറഞ്ഞത് തെറ്റാണ് എന്ന്. അത് നിർബന്ധത്താലൊന്നുമല്ല, നമ്മെ സ്നേഹത്തിലൂടെ അത് തെളിയിക്കുകയും സ്നേഹത്തിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മെ ദൈവം അതിലേക്ക് തൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുവാൻ, സത്യം എന്താണെന്ന് അറിയുവാൻ നമ്മെ വിളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ, നാം അതിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ സംശയങ്ങളൊക്കെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ദൈവം നല്ലവനാണെങ്കിൽ പിന്നെ എന്താണ് ഈ കഷ്ടതകൾ? പക്ഷെ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. ആ മാനിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, ആ സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുവാനും സാത്താൻ്റെ തന്ത്രം എന്താണെന്ന് തിരിച്ചറിയുവാനും ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാ പ്രവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ഒരു കുന്നിൻ്റെ മുകളിൽ മണ്ണ് ശരിയാക്കി ആ കൃഷിക്ക് പാകമാക്കി നല്ല മുന്തിരി വിത്തുകൾ വിതറി അതിന് വെള്ളം നനച്ചു, അതിന് വളം ചെയ്തു, നല്ല എന്ത് ചെയ്തു? അധ്വാനം അതിൽ ചെയ്തു. അപ്പോൾ അങ്ങനെ അത്രയും നല്ല അധ്വാനം ചെയ്യുമ്പോൾ, അതായത് ഒരു നല്ല മുന്തിരി ഫലം കിട്ടുവാൻ വേണ്ടി ചെയ്യാവുന്ന സാധ്യമായതെല്ലാം അതിൽ ചെയ്തു. കുന്നിൻ്റെ മുകളിൽ ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടം നട്ട് നനച്ചു വളർത്തി, വിളക് പിന്നെ ആവശ്യത്തിനുള്ള വളം കൊടുത്തു, നല്ല ഏറ്റവും നല്ല വിത്തുകൾ വിതറി. പക്ഷേ ആ ഉടമയുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? നല്ല മുന്തിരി കിട്ടിയില്ല. നല്ല മുന്തിരി എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിന് കിട്ടിയില്ല. ആ തോട്ടത്തിൻ്റെ ഉടയവൻ
നല്ല മുന്തിരിഫലങ്ങൾ ധാരാളം ലഭിക്കുവാൻ വേണ്ടി കാത്തിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അധ്വാനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സമൃദ്ധമായ ഏറ്റവും നല്ല മുന്തിരിഫലങ്ങളാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. പരിഭാഷയിൽ പറയുന്നത് നാറുന്ന പഴമാണ് കിട്ടിയത്. ഏറ്റവും മോശമായൊരു പഴമാണ് ആ തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് കിട്ടിയത്. ഇവിടെ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. ആ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അതിലപ്പുറം ഇനി ഒന്നും ചെയ്യുവാനില്ല. എനിക്ക് തോന്നുന്നത് ഈ ആശത്തെ പാഠത്തിൻ്റെ ഒരു പക്ഷേ ഈ ക്വാർട്ടറിലെ പാഠത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? പിതാവിൻ്റെ ചോദ്യമാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞ ഒരു പിതാവിൻ്റെ ചോദ്യമാണിത്. ചെയ്യാൻ സാധ്യമായതൊക്കെയും മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുവാൻ സാധ്യമായതൊക്കെയും ചെയ്തു കഴിഞ്ഞ ഒരു പിതാവിൻ്റെ ചോദ്യമാണ്: ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി ചെയ്യുവാൻ എന്തുള്ളൂ? നമ്മുടെ ഓരോരുത്തർക്കും ചോദ്യമാണ്. നീതിമാനും സ്നേഹവാനുമായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ഒരു പാപവും ചെയ്യാത്തതായ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. ലോകത്തൊരു പിതാവും ചെയ്യാത്തൊരു കാര്യം, ദൈവത്തിന് മാത്രം സാധ്യമായൊരു കാര്യം. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ജനം തൻ്റെ പുത്രനെ പഴിക്കുമെന്നും നിന്ദിക്കുമെന്നും പരിഹസിക്കുമെന്നും ചാട്ടവാറുകൊണ്ട് അടിക്കുമെന്നും കാർക്കിച്ച് തുപ്പുമെന്നും തലയിൽ മുൾക്കിരീടം ചാർത്തുമെന്നും കുരിശിൽ തൂക്കുമെന്നും പിതാവിന് അറിയാമായിരുന്നു. അത് മുന്നമേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് പിതാവ് ചോദിക്കുന്നത്: ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ നല്ല ഫലം പ്രതീക്ഷിക്കുന്നു. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇനി ഒന്നുമില്ല. ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം പോലും പിതാവ് നമുക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഒന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്നതായ ആ പവർ ഓഫ് ചോയ്സ്, നമുക്ക് തന്നതായ ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം, അത് ദൈവത്തിന് വേണ്ടി നല്ല പഴങ്ങളായി മാറുവാൻ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിനി മറ്റൊന്നും ചെയ്യുവാനില്ല. കാരണം നാം ഏൽക്കേണ്ടതായ ഒരു ശിക്ഷാവിധി, നാം ചെയ്തു പോയതായ പാപത്തിൻ്റെ ശിക്ഷാവിധി നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ ശിക്ഷാവിധി അവിടെ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് പിതാവ് ചോദിക്കുന്നത്: ഞാൻ ഇനി ഈ ചെയ്തിട്ടുള്ളതല്ലാതെ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? അതൊരു ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. ഞാൻ ഈ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി എന്താണ് ഞാൻ നിങ്ങൾക്കായി ചെയ്യേണ്ടത്? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. തൻ്റെ സ്നേഹത്തെയും തൻ്റെ നീതിബോധത്തെയും കാൽവറി കുരിശിൽ പ്രകടമാക്കിയ ഒരു പിതാവാണ് നമ്മോട് ചോദിക്കുന്നത്: ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മുഴങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പിതാവ് എനിക്ക് വേണ്ടി സകലതും ചെയ്തതുകൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ അവശേഷിക്കുന്നില്ല. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സകലതും ചെയ്തതുകൊണ്ട് ഞാൻ ഒരു കാട്ടുമുന്തിരിയായിട്ടല്ല മാറേണ്ടത്, മറിച്ച് പിതാവ് പ്രതീക്ഷിക്കുന്നത് പോലെ സമൃദ്ധമായ മധുരമുള്ള നല്ല മുന്തിരിപ്പഴങ്ങളായി മാറുവാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. എൻ്റെ പ്രിയതമൻ്റെ ഗാനം എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നാം പഠിക്കുമ്പോൾ നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്: ഞാൻ നല്ല മുന്തിരിപ്പഴമായി മാറും. കാരണം എൻ്റെ പിതാവിന് ഇനി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ഒന്നും ഇല്ല.
ബുധനാഴ്ച ഭാഗത്തിൽ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ. നമ്മൾ നേരത്തെ ഇവിടെ എൻ്റെ പ്രിയതമൻ്റെ ഗാനം എന്ന് പറഞ്ഞൊരു ഭാഗത്ത് മുന്തിരിത്തോട്ടം നട്ടു വളർത്തിയ കാര്യം പറഞ്ഞത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു ഉപമ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഒരു മുന്തിരിത്തോട്ടം ഒരു വ്യക്തി ഉണ്ടാക്കി, ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ കാവൽക്കാരായി കുറേ ആൾക്കാരെ ഏൽപ്പിച്ചു. അത് നോക്കുവാൻ വേണ്ടി കാവൽക്കാരെ ഏൽപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം മുന്തിരി പാകമാകാൻ സമയമായപ്പോൾ ആ തോട്ടക്കാരൻ എന്ത് ചെയ്തു, തൻ്റെ ആൾക്കാരെ അയച്ചു, കാര്യസ്ഥന്മാരെ അയച്ചിട്ട് ആ മുന്തിരിങ്ങ പറിച്ചു കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു, ഈ കാര്യസ്ഥന്മാർ അവിടെ ചെന്നപ്പോൾ ഈ തോട്ടത്തിലെ കാവൽക്കാർ അദ്ദേഹത്തിനെ അവരെയൊക്കെ അടിച്ചോടിച്ചു. അപ്പോൾ പിതാവ് വിചാരിച്ചു, എൻ്റെ മകൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവർ ബഹുമാനിക്കുമായിരിക്കും, കാരണം തോട്ടക്കാരൻ്റെ ഉടമസ്ഥൻ്റെ, ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകനാണല്ലോ എന്നൊരു ബഹുമാനം കാരണം അവരൊരു പക്ഷേ എൻ്റെ മകനെ മാനിക്കുകയും ആ മുന്തിരിങ്ങ പറിക്കാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് പിതാവ് തോട്ടക്കാരൻ ധരിച്ചുകൊണ്ട് തൻ്റെ മകനെ അയച്ചു. ആ മകനെ എന്ത് ചെയ്തു, മകൻ ചെന്നപ്പോൾ ആ വ്യക്തികൾ, ആ കാവൽക്കാരെ നോക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച കാവൽക്കാർ പറഞ്ഞു, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഇനി ആരും അവകാശികളായിട്ട് വരുവാനില്ല. അവരെ പിടിച്ച് കൊന്നു കളഞ്ഞു. നോക്കൂ, ഇവിടെ എന്താണ് ഈ ഉപമ പറയുന്നത്? പിതാവായ ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. ജനം കേട്ടില്ല, ജനം അവരെ പരിഹസിച്ചു, അവരെ ഉപദ്രവിച്ചു. അതുകൊണ്ട് പിതാവ് വിചാരിച്ചു, ഈ പാപത്തിൻ്റെ പരിഹാരമായി പുത്രനെ വിട്ടു. പുത്രനെ എന്ത് ചെയ്തു, ജനം കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ഇനി ഇതിലും എന്ത് ചെയ്യുവാൻ കഴിയും? ഇതിലപ്പുറം ദൈവത്തിന് എന്ത് ചെയ്യുന്നു? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവത്തിന് ഒറ്റയടിക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം അല്ല അത്. ദൈവം അങ്ങനെ ചെയ്യുന്നതല്ല. ഒറ്റയടിക്ക് വേണമെങ്കിൽ ലൂസിഫറിനെയും അവനോടൊപ്പം ചേർന്ന ദൂതന്മാരെയും ദൈവത്തിന് കൊന്നുകളയാമായിരുന്നു, എങ്കിൽ ഏദൻ തോട്ടത്തിൽ പാപം ഉടലെടുക്കുകയില്ലായിരുന്നു. പക്ഷേ സാത്താൻ കൊണ്ടുവന്ന ആരോപണം എന്താണ്? നിയമമുണ്ടാക്കിയ ദൈവത്തിനെതിരെയാണ് സാത്താൻ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നീതിമാനല്ല, സ്നേഹിക്കുന്നവനുമല്ല, ദൈവം ഏകാധിപതിയാണ്. അപ്പം അത് ദൈവത്തിന് തെളിയിക്കണം, ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപാകെ തെളിയിക്കണം. ഞാൻ അങ്ങനെയല്ല, എൻ്റെ സ്വഭാവം എന്താണെന്ന് തെളിയിക്കണം. അത് തെളിയിക്കുമ്പോൾ അത് സ്നേഹത്തിലൂടെ ആയിരിക്കണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പാപത്തിൻ്റെ പരിഹാരമായി, അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിന് പരിഹാരം കണ്ടെത്തണം, അതോടൊപ്പം മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തെ നിലനിർത്തുകയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കരുതുകയും വേണം. കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മാനുഷികമായ വേദന കൊണ്ട് പിതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്തതായ തൻ്റെ മകൻ, തൻ്റെ ഏകജാതൻ, ഒറ്റപുത്രൻ, ഏകജാതനായ മകൻ വേദന കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുവാനും അത്ഭുതകരമാം വിധം ആ മരണത്തിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കുവാനും കഴിവുള്ള ഒരു പിതാവ് അത് ചെയ്യാത്തതിന് കാരണം പിതാവിൻ്റെ നീതിബോധവും സ്നേഹവുമാണ്. പാപത്തിൻ്റെ അനന്തരഫലം ആ കുരിശിൽ അനുഭവിക്കുമ്പോൾ അതേ കുരിശ് നമ്മൾ വിളിച്ചോതുന്നത് ദൈവത്തിൻ്റെ മഹത്തായ അനന്തമായ സ്നേഹത്തെ കൂടിയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ആ കുരിശിലെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു എങ്കിൽ സാത്താന് പറയാമായിരുന്നു, ദൈവത്തിന് നീതിബോധമില്ല, പാപത്തിൻ്റെ ഫലം ഇവിടെ ആരും അനുഭവിച്ചിട്ടില്ല, ദൈവം തന്നെ നിയമം കൊണ്ടുവന്നു, ദൈവം തന്നെ ലഘൂകരിച്ചു, അല്ലെങ്കിൽ ഇളവ് ചെയ്തു കൊടുത്തു എന്ന് പറയാമായിരുന്നു. പക്ഷേ കുരിശിൽ ആ സ്നേഹവും ആ നീതിബോധവും സംഗമിച്ചപ്പോൾ സാത്താന് മറുപടിയില്ലാതെയായി. അവിടെ അത് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അവിടെ സാത്താന് മറുപടിയില്ലാതെയായി. സാത്താൻ സർവ്വ ലോകങ്ങൾക്ക് മുൻപിലും
സർവ്വ ദൂതന്മാർക്ക് മുൻപിലും ലജ്ജിതനായി തല താഴ്ത്തി എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. ആ കുരിശ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്ന് പറയുന്നത്, ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ദൈവം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോഴും മനുഷ്യരാശിയുമായി ബന്ധത്തിന് തടസ്സം വരാത്ത രീതിയിൽ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നീതിബോധവും സ്നേഹവും അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു, നമുക്ക് കാണിച്ചു തന്നു. അത് ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ നമുക്ക് കഷ്ടതയുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നു. നമുക്ക് മുൻപേ കഷ്ടത കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു. മരണവേദനയാൽ തൻ്റെ പിതാവിനോട് നിലവിളിക്കുന്നതായ ഒരു പുത്രൻ, ആ പച്ചമാംസത്തിലേക്ക് ആണികൾ തറച്ചു കയറുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ, ദൈവപുത്രൻ്റെ ആ നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് നമുക്ക് വേണ്ടിയായിരുന്നു. അവിടെയാണ് സാത്താനുമേൽ കർത്താവായ യേശുക്രിസ്തു ജയഘോഷം മുഴക്കിയത്. ആ നിലവിളി കർത്താവായ യേശുക്രിസ്തുവിനെ സാത്താൻ്റെ മേലുള്ള ജയഘോഷവും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണവുമായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്കിനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനപ്പുറം ഒരു മനുഷ്യന് ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ കഴിയും? പാപിയായ ഒരു മനുഷ്യന് ദൈവത്തോട്, പിതാവേ അങ്ങ് ഇന്നത് ചെയ്തു തരണം എന്ന് പറയുവാൻ ഇനി എന്താണ് അവശേഷിക്കുന്നത്? ഒന്നും അവശേഷിക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്നതൊക്കെ ദൈവം ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. ആ പ്രാപഞ്ചിക പോരാട്ടത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് എന്നും അന്തിമ വിജയം ദൈവം നമുക്ക് നേടിത്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ എനിക്കെന്ത് ഈ കഷ്ടതയെന്ന് ചോദിക്കുന്നവരോട് പറയാൻ കഴിയേണ്ടത്, പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരു പാപവും ചെയ്യാത്തതായ ഒരു മനുഷ്യൻ, ദൈവം ഭൂമിയിലേക്ക് മനുഷ്യാവതാരമായി ഇറങ്ങി വന്ന് കഷ്ടത അനുഭവിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥാനത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെയും ഭാരത്തിൻ്റെയും അല്പം പ്രയാസത്തിൽ ആയിരിക്കുന്നത്. നമുക്ക് വേണ്ടി മരിച്ചു ജീവിക്കുന്ന ഒരു ക്രിസ്തു വലിയൊരു സാക്ഷ്യമാണോ സാത്താനെ വിജയിച്ചതിൻ്റെ സാക്ഷ്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പോരാട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷേ നമുക്ക് മുൻപേ ആ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച ക്രിസ്തു നമുക്കായി സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു ധൈര്യം പകരുന്നതാണ്, നല്ല മുന്തിരികളായി മാറുവാൻ. ഇനി നിങ്ങൾക്കായി ചെയ്യുവാൻ ഒന്നുമില്ല എന്ന് പിതാവ് പറയുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ആ പിതാവിൻ്റെ സ്നേഹത്തിലും കരുതലിലുമായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ പാഠഭാഗവും നമ്മോട് പറയുന്നു. വേദഭാഗം പറഞ്ഞത് ദൈവനാമത്തിൻ്റെ നിർദോഷീകരണം എന്നാണ്. നിർദോഷീകരണം എന്നൊരു പദത്തിൻ്റെ മറ്റൊരർത്ഥം നീതീകരണം എന്നുകൂടെയുണ്ട്. ദൈവനാമത്തിൻ്റെ നീതീകരണം എന്ന് പറയുന്നത് ഇത് ഇവിടെ അന്ത്യത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്കറിയാം, സാത്താൻ്റെ സകല അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സാത്താൻ്റെ സകല അപവാദ പ്രചരണങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ ദൈവത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാം ഘട്ടം ദൈവം അത് ചെയ്തു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ സാത്താൻ്റെ അപവാദ പ്രചരണം, അതായത് ദൈവം നീതിമാനുമല്ല സ്നേഹിക്കുന്നവനുമല്ല എന്ന വലിയ അപവാദ പ്രചരണം തെറ്റാണ് എന്ന് പ്രപഞ്ചത്തിന് മുൻപാകെ ദൈവം തെളിയിച്ചു. ഇനി രണ്ടാമത്തെ ഘട്ടം എപ്പോഴാണെന്ന് നോക്കിയാൽ അന്തിമമായി ഒരു വിജയം ദൈവത്തിനുണ്ട്. ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും അന്തിമമായൊരു വിജയം ഉണ്ട്. ഇവിടെ പറഞ്ഞത്, രക്ഷാപദ്ധതിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനത്തിലൂടെ ന്യായമായ ഏത് സംശയത്തിലും അപ്പുറമായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നീതിയും സ്നേഹവും പ്രകടമാക്കും. അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അത് എപ്പോൾ നമുക്ക് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുമെന്ന് താഴേക്ക് വരുമ്പോൾ മനസ്സിലാക്കും. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 3-4 പറയുന്നത്, നിങ്ങൾ എന്നെ വിധിപ്പിൻ, ഞാൻ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, കല്ലുകൾ പറക്കി കളഞ്ഞ, വളമിട്ടു, ഇതൊക്കെ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? യെരൂശലേം നിവാസികളെയും യഹൂദ പുരുഷന്മാരെ ആളെ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ. ദൈവം നമ്മെ വിളിക്കുകയാണ്.
നോക്കൂ, ഞാനിതൊക്കെ ചെയ്തു. ഞാൻ മുന്തിരിത്തോട്ടം, കുന്നിൻ മുകളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, കല്ലുകൾ പറക്കിക്കളഞ്ഞു, നല്ല മണ്ണ് അവിടെ റെഡിയാക്കി, നല്ല വളം ചെയ്തു, നല്ല വിത്ത് വിതറി, വെള്ളം കോരി, അധ്വാനിച്ചു, ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. പക്ഷേ എനിക്ക് എന്ത് ചെയ്തില്ല? നല്ല മുന്തിരി ഫലം കിട്ടിയില്ല. ഇനി നിങ്ങൾ വിധിക്കൂ, തെറ്റ് ആരുടെ ഭാഗത്താണ്? ദൈവം പറയണേ, യഹൂദ പുരുഷന്മാരെ, യെരുശലേം നിവാസികളെ, നിങ്ങൾ വിധിപ്പിൻ, തെറ്റ് ഇങ്ങനൊരു അവസരം ഇനിയുണ്ട് നമുക്ക്. നമ്മുടെ മുൻപിൽ സകലതും ബോധ്യമാകുന്നൊരവസരം, സകലതും ഒന്നും മറയില്ലാതെ തെളിയിക്കപ്പെടുന്ന ഒരവസരം നമുക്കുണ്ട്. വിശുദ്ധ വേദപുസ്തകം അതാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഭാഗ്യം ചെയ്തവരെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഈ വചനം പഠിക്കുവാൻ കഴിയുന്ന നമ്മൾ, അവസരം ലഭിച്ച നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പോരാട്ടത്തിൻ്റെ ഉള്ളുകളിലേക്ക് നമുക്ക് ചെന്നിറങ്ങാൻ കഴിയുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇനി എന്ത് സംഭവിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഭാഗ്യം ചെയ്തവരാണ് നാം. നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഭാഗ്യം ചെയ്തവരെന്ന് നാം സന്തോഷിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി ക്രമീകരിക്കണം എന്ന ഒരു ഉത്തരവാദിത്വം കൂടി എന്ത് ചെയ്യുന്നു, അതിൽ മറഞ്ഞിരിപ്പുണ്ട്. നാം ഇത് പഠിക്കുവാൻ അല്ലെങ്കിൽ ഇത് അറിയുവാൻ ഭാഗ്യം ചെയ്തവരാണ്, ആ രഹസ്യങ്ങളിലേക്ക് അറിയുവാൻ, മർമ്മങ്ങളെ അറിയുവാൻ ഭാഗ്യം ചെയ്തവരാണ് എന്ന് നാം അഭിമാനിക്കുമ്പോഴും അത് ഒരു കാര്യം കൂടെ, ഒരു കണ്ടീഷനാണത്. നാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പറയുന്നതാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ സ്വയം വെറുക്കുന്നതിന് വെറും സൃഷ്ടികളെ നമുക്ക് എന്താണ്, നമ്മെ ദൈവം വിളിക്കുകയാണ്, നമ്മൾ വെറും സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ ന്യായം വിധിക്കുന്നതിന് ദൈവത്തിൻ്റെ അതാണ് യഹൂദ പുരുഷന്മാരെ, യെരുശലേം നിവാസികളെ, നിങ്ങൾ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യ ന്യായം വിധിപ്പിൻ. ഞാൻ ഈ ചെയ്തതിൽ ഇനി എന്തെങ്കിലും അധികം ചെയ്യാനുണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും കാട്ടുമുന്തിരിങ്ങ തന്ന എൻ്റെ മുന്തിരിത്തോട്ടം ചെയ്തത് ശരിയാണോ? നമ്മളാണ് ന്യായം വിധിക്കേണ്ടത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഒരു പരിശോധന ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ കുറേയൊക്കെ സംശയങ്ങൾ വീണ്ടും മാറും. ശരി ഏത്, തെറ്റ് ഏത്, എവിടെയാണ് തെറ്റ് പറ്റിയത്, ആർക്കാണ് തെറ്റ് പറ്റിയതെന്ന്. അതിനുശേഷം ഈ കൊരിന്ത്യർ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. ആ അവസ്ഥയിൽ നീയും പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഇതാണ് സത്യമെന്ന് ലോകത്തോട് ദൈവത്തിൻ്റെ ജനം വിളിച്ചു പറയും. വെളിപ്പാട് പറയുന്നതുവരെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും മഹാഘോഷം പോലെയും കുഞ്ഞാടിനെയും പിതാവിനെയും സ്തുതിക്കുന്നതായ അനേകായിരം ആൾക്കാർ മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടുകൾ പളുങ്ക നദീതീരത്ത് കേൾക്കുന്ന ഒരവസരമുണ്ടാകും. അന്ന് ഈ ലോകം മുഴുവനുമായി, ഈ പ്രപഞ്ചം മുഴുവനുമായി ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ നീതീകരണത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. ആ പളുങ്ക് നദി തീരത്ത് മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടുകൾ പാടുന്നതോടൊപ്പം അത് കേൾക്കുവാനും ദൈവത്തെ അവരോടൊപ്പം ചേർന്ന് സ്തുതിക്കുവാനും ഒരവസരം നമുക്കുണ്ട് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിലുള്ള നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ആ പളുങ്കു നദി തീരത്ത് എത്തിച്ചേരുവാൻ, ആ ദൈവത്തിലെ സ്വർഗത്തിലെ പുസ്തകങ്ങൾ തുറന്ന് പരിശോധിക്കുവാൻ, അത് കാണുവാൻ ഒരവസരം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത് പിതാവിനും കുഞ്ഞാടിനും മഹത്വം എന്ന ആ വലിയ ഘോഷത്തോടു കൂടിയുള്ള ആ പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെയുള്ള ഒരു പാട്ട് അവിടെ ഉണ്ടായിരിക്കും. ഒരു ഘോഷം, ജയഘോഷം ഉണ്ടായിരിക്കും. ദൂതന്മാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വിശുദ്ധ ജനവും ഒന്നാകെ ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരു, അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു മഹാസംഭവം അവിടെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമാകുവാനാണ് ഈ പ്രാപഞ്ചിക പോരാട്ടം എന്താണ് എന്ന് ദൈവം മുന്നമേ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ദൈവം മുന്നമേ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ ഭാഗത്തായിരിക്കണം. നാം നീതിയുടെ ഭാഗത്തായിരിക്കണം എപ്പോഴും ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാ മുട്ടും, അവസാനമായി പറയുന്നത്, എല്ലാ മുട്ടും മടങ്ങുകയും യേശു കർത്താവാണ് എന്ന് എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യും. അങ്ങനെ ഒരു സുദിനത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അന്ന് സാത്താൻ്റെ സമ്പൂർണ്ണ പരാജയം അവിടെ രേഖപ്പെടുത്തും. എല്ലാ മുട്ടും ദൈവത്തിൻ്റെ മുൻപിൽ മടങ്ങും. യേശു കർത്താവാണ് എന്ന്
എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യും. ആ പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെയും ആ മഹാഘോഷത്തിൻ്റെ ശബ്ദത്തോടൊപ്പം നമ്മുടെ ശബ്ദവും അലിഞ്ഞു ചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെയും ഈ പാഠഭാഗം ശ്രവിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പഠിക്കുവാൻ തന്ന ആ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അന്ത്യകാലത്ത് നടക്കുന്നതായി പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ അന്ത്യസമയത്ത് നടക്കുന്നതായ പോരാട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാനും അത് ദൈവമേ ആയതിന് പ്രകാരം ഞങ്ങൾ തയ്യാറെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൃപ ചെയ്യണം, ഞങ്ങളുടെ സകല പാപങ്ങളെയും ഒന്ന് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്നതായ ഇത് കണ്ടുകൊണ്ടിരുന്നതായ അങ്ങയുടെ ദാസമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായ സമയങ്ങളായിരിക്കുവാനും കർത്താവ് നന്മയ്ക്കായിട്ട് ഭവിക്കുവാനും സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈഡൻ TV ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ ദൈവമേ അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ ദൈവമേ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയായി അവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഴിവുകളെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കുന്നതായ ദൈവമേ കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി സമൃദ്ധിയായി അവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ ഇടയാക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അഹങ്കരിച്ചു പോകാനോ നിഗളിച്ചു പോകാൻ ഇടവരാതെ താഴ്മയിൽ കർത്താവെ അങ്ങയുടെ വേലയുടെ ഭാഗമാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇനിയും വഴി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൻ്റെ മാനവും മൊത്തം അവിടെ നിന്ന് സ്വീകരിക്കണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.